ഇതെനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും നമ്മൾ ഈ ചോറൊക്കെ വാരി കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയല്ലോ, മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ആരോ ഒന്ന് ഇങ്ങനെ പല സ്ഥലത്ത് പല പല കഥ, പല പല പേരുകളായിരിക്കും. പക്ഷെ ഇന്ന് പറയുന്നത് അത് ബാഡ് പാരന്റിങ് ആണ് എന്നാണല്ലോ എന്ന് പറയണു. എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ഈ എങ്ങനെയാണ് പാരന്റിങ്? ഞാനിപ്പോൾ ഇത്രയും കഥകൾ കേൾക്കുകയും നമ്മുടെ കുറേ ഹിസ്റ്ററിയും ഒക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് ഒരു കുട്ടിയെ വളർത്തുന്നു 6 വയസ്സായി എന്നുള്ളതും കൂടെ ഞാനിങ്ങനെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിലും ഞാൻ ചോദിക്കുന്നതാ. ഈ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫെയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ജെൻറൽ പേരൻറ്റിങ്ങിലും അല്ല മോനെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും അങ്ങനെയല്ല വളർത്തുന്നത്. ഞാനൊരു മിഡിൽ ഗ്രൗണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഞാൻ അടിക്കാറുണ്ട്. ഒരു കാര്യം 2-3 തവണ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഇനി ഞാനത് ചെയ്താൽ അടിക്കും എന്ന് പറഞ്ഞിട്ട് ആ റീസണിൽ അടിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ അടി കിട്ടിയത്, ഇനി ചെയ്യരുത്. എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ചിലപ്പോൾ പറയായിരിക്കും അടിക്കാൻ പാടില്ല, ആയിരിക്കാം. എന്നാലും ഇപ്പം എനിക്ക് നല്ല അടി കിട്ടിയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. കാരണം എന്നെയും ഇതുപോലെ എന്നെ ആദ്യം മുമ്പിലിട്ടൊന്നും അടിച്ചിട്ടേ ഇല്ല. എനിക്കും കിട്ടിയ അടികളൊന്നും ഇപ്പൊ പറയുന്ന അടി കിട്ടിയാൽ നാളെ അത് ട്രോമ ആവുന്നാണല്ലോ. എനിക്ക് അങ്ങനെ ട്രോമ ഇല്ല. എനിക്കും അങ്ങനെ ആർക്കും ട്രോമ ഇല്ലാന്നോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിക്കണോന്നുള്ളതല്ല ഞാൻ ഇപ്പൊ അടിക്കുകയും ആ കുട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്താൽ അത് നല്ലതാണെന്നുള്ളത്. അല്ല, നമ്മൾ ചെറുപ്പത്തിലേ അടി കിട്ടും എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എന്തിനും അടിക്കാൻ തുടങ്ങിയവർക്ക് ആ വിലയുണ്ടാവില്ല. എന്ന് കിട്ടിയാൽ 2 അടി കിട്ടും, അത്രേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും. അപ്പം നമുക്കവരോട് വളരെ സ്നേഹമാണെന്നും നമ്മൾ വളരെ കെയറിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ നേർച്ചർ ചെയ്തിട്ട് അതിനിടയിൽ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരടി കിട്ടിയെന്ന് തോന്നിയാൽ ആ രീതിയാണ്. ഞാനിപ്പോൾ അത് സക്സസ് ആണോ അല്ലേന്ന് പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാനെപ്പോഴും പേരന്റിങ്ങിന് അങ്ങനെ റൂളൊന്നും ഇല്ല. ഓരോ കുട്ടിക്കനുസരിച്ചും അവരുടെ ഇതനുസരിച്ചും. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ വാല്യൂസ് ഉണ്ടല്ലോ, കുറേ മൂല്യങ്ങൾ കൊടുത്ത് അത് മനസ്സിലാക്കി തന്നെ വളർത്തണം. ഇപ്പം റെസ്പെക്റ്റ് ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി. പിന്നെ ഞാൻ കഥ പറയുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു കാര്യം പല രീതിയിൽ പറയാം. പക്ഷെ നമ്മളൊരു കഥയിലൂടെ പറയുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ ഒരു ആഴത്തിൽ പതിയും. എനിക്ക് മനസ്സിലായത് ഈ കഥകളിലും സംഭവങ്ങളിലൂടെയൊക്കെ അവരെ ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുന്നതും പെട്ടെന്ന് അവരത് മനസ്സിലാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യല്ലേ എന്ന് വെറുതെ പറയുന്നതിന് പകരം എന്തുകൊണ്ട് ചെയ്തുകൂടാ, ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു ഒരു സംഭവം പോലെ, ഒരു എക്സ്പീരിയൻസ് പോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ പോലെയൊക്കെ പറഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ ഉണ്ടാവും. പിന്നെ അവരത് ചെയ്യുന്നതിന് മുമ്പ് പലപ്പോഴും ചിലപ്പോൾ അത് ചിന്തയിൽ വരാം, ഇങ്ങനെ പ്രശ്നം വന്നാലോ എന്നവർക്ക് തോന്നാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.